ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡ് ഐറ്റംസ് നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾക്ക് ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ പെറോട്ട എന്ന് പറയുന്ന ഒരു ഭക്ഷണം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫുഡാണ്. മലയാളികൾക്ക് മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ പെറോട്ട എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വികാരം. പക്ഷേ ഈ പെറോട്ട നല്ലതാണോ ചീത്തയാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും പെറോട്ട കഴിക്കാൻ പാടില്ല, അത് ചീത്തയാണ് എന്നൊക്കെ പറയും. പക്ഷെ സ്റ്റിൽ ചീത്തയാണോ നല്ലതാണോ എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത ഒരു ഫുഡാണ്. അതായത് ലൈക്ക് പെറോട്ട എന്ന് പറയുന്നത് പെറോട്ട കാരണം നമുക്ക് ഒരു ഹെൽത്ത് ഒന്നും കിട്ടത്തില്ല. ബിക്കോസ് പെറോട്ടയിൽ അടങ്ങിയിരിക്കുന്നത് വെറും മൈദയാണ്. സോ അതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്പോണൻസ് ഒന്നും അതിനകത്തില്ല. സോ നമ്മൾ ചെയ്യേണ്ടത് ഈ പൊറോട്ട കഴിക്കുമ്പോൾ അതിന്റെ കൂടെ സാലഡ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഫൈബറും കാണും. സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. അതൊരു ന്യൂട്രീഷൻ നമുക്ക് തരികയും ചെയ്യുന്നു. പിന്നെ ഈ പൊറോട്ടയിൽ കംപ്ലീറ്റ് ആയിട്ട് മൈദ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് ഒന്നും നമ്മുടെ ബോഡിയിൽ അത് തരുന്നില്ല. അതുപോലെ തന്നെ അത് ബാഡ് ഇഫക്ട്സും കോസ് ചെയ്യുന്നു മൈദ കാരണം. പിന്നെ പറയുന്നത് ഈ പെറോട്ട എന്ന് പറയുന്നതിൽ ഒരുപാട് ഡാൽഡ എണ്ണയൊക്കെ കൂടെ അടങ്ങിയ ഒരു മിക്സ്ചർ ഓഫ് ഒരു കണ്ടന്റ് അടങ്ങിയ ഒരു സംഭവമാണ് ഈ പെറോട്ട എന്ന് പറയുന്നത്. പല പല ടൈപ്സ് ഓഫ് പെറോട്ട ഉണ്ട്, ബൺ പെറോട്ട, അങ്ങനെ ഒരുപാട്. ഇതെല്ലാം ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിച്ചൊക്കെയാണ് തരുന്നത്. സോ അത് ഭയങ്കരമായിട്ട് കൊളസ്ട്രോളും അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളും നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുകയും സോ അത് കാരണം നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരികയും ചെയ്യുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. സോ പെറോട്ടയ്ക്കല്ല പ്രശ്നം, ഇത് കുക്ക് ചെയ്യുന്ന ഓരോ വേ ഓഫ് കുക്കിംഗ് കാരണം അതിനകത്ത് പറ്റുന്ന പ്രശ്നങ്ങൾ കാരണം നമ്മൾ അത് ഒരുപാട് കൺസ്യൂം ചെയ്യുന്നത് പോലും നമ്മൾ ഒരുപാട് ലൈക്ക് ബീഫ്, മട്ടൺ അങ്ങനത്തെ ഐറ്റംസിന്റെ കൂടെയും കൂടെ കഴിക്കുമ്പോൾ സോ ഇറ്റ്സ് ബാഡ് എഫക്ട്സ്. അത് രണ്ടും കൂടെ ആകുമ്പോൾ ബാഡാണ്. പിന്നെ അത് ഡെയിലി പൊറോട്ട കൺസ്യൂം ചെയ്യുന്നത് ഹെൽത്തി അല്ല. സോ ആഴ്ചയിൽ ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒക്കെ കൺസ്യൂം ചെയ്യുന്നത് വലിയ പ്രശ്നമല്ല. ബിക്കോസ് ആഗ്രഹിച്ച് കഴിക്കുന്നതാണ് നമ്മൾ. ഈ കഴിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ഒരൊറ്റ തവണ ഒരു മാസത്തിൽ ഒരിക്കൽ വല്ലതും കഴിക്കുന്നതിന് അത് ഇറ്റ്സ് നോട്ട് ഹാംഫുൾ. പക്ഷേ എല്ലാ ദിവസവും കണ്ടിന്യൂസ് പൊറോട്ട തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ലൈഫിന് ഒരുപാട് ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു അസുഖങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ കോസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സംഭവമാണ് ഈ പൊറോട്ട. സോ ഡെയിലി കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കഴിക്കാൻ പാടില്ല. ആഴ്ചയിൽ ഈ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ കൺസ്യൂം ചെയ്യുന്നത് വലിയ തെറ്റല്ല. സോ പക്ഷേ എന്നും നിങ്ങളുടെ ഫുഡ് ആ ഒരു പൊറോട്ട നിങ്ങളുടെ ഡയറ്റിൽ കൺസ്യൂം ചെയ്യാതിരിക്കുക. സോ പൊറോട്ട ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊരു അവയർനെസ് പോലെ അവരോട് പറഞ്ഞു കൊടുക്കുക, എല്ലാ ദിവസവും പൊറോട്ട കഴിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുക. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ till then it's my talk with Dr. Arya signing off. Thank you.